അങ്ങനെ ന്യൂ ഇയറും ആയി. ന്യൂ ഇയറിൻ്റെ ഹാബിറ്റ്സ്, അടിപൊളി ഹാബിറ്റ്സ് എന്തൊക്കെ വേണം, എന്തൊക്കെ ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ന്യൂ ഇയറിന് എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം അങ്ങനത്തെ വീഡിയോസും കണ്ടിട്ടുണ്ടാവും. എന്തിനേറെ നിങ്ങൾ തന്നെ ന്യൂ ഇയറിന് കുറേ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടും ഉണ്ടാവും, ശരിയല്ലേ? പക്ഷെ ഇതൊക്കെ പാളിപ്പോയാൽ എന്ത് ചെയ്യണം എന്നറിയോ? അറിയോ സക്കീർ ബായിക്ക്? ഇല്ല അല്ലേ? പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യ്. അതിനു മുമ്പ് നമ്മുടെ ഇൻട്രോ. ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജാലി തോട്ടത്തമിയാലിൽ. ഇത് കണ്ടിട്ട് ഇത് നിങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? പേടിക്കണ്ട കേട്ടോ, നിങ്ങൾ തനിച്ചല്ല. ഒന്ന് താഴോട്ട് നോക്കിക്കേ, ദേ ഈ വീഡിയോയുടെ താഴെ എത്ര വ്യൂസ് ഉണ്ട്. ആ വ്യൂസിൽ ആ കണ്ട എല്ലാവരും നിങ്ങളുടെ അതേ അവസ്ഥയിലാ. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ കാണാൻ വന്നത്. സോ പേടിക്കണ്ട, നിങ്ങൾ തനിച്ചല്ല എന്നറിഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസം കിട്ടിയില്ലേ? ഇനി ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. ഒരു കഥ സൊല്ലട്ടുമാ. പണ്ടെന്ന് പറഞ്ഞാൽ വളരെ പണ്ട്, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഞാൻ പൂനെയിലാണ് പഠിച്ചത്, നിങ്ങൾക്കറിയാലോ. അപ്പം എൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ട്. പല സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടായിരുന്നു. തമിഴ്നാട്ടുകാരുണ്ടായിരുന്നു, എൻ്റെ റൂംമേറ്റ് മഹാരാഷ്ട്രനുണ്ടായിരുന്നു, ഒരാൾ രാജസ്ഥാനിൽ നിന്നായിരുന്നു, ഞാനൊരാളുണ്ടായിരുന്നു, വേറൊരു റൂംമേറ്റ് തെലുങ്കായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടെ ജനുവരി 1 ന്യൂ ഇയർ ആഘോഷിച്ചു. ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് സെറ്റായി, ന്യൂ ഇയറിന് ഹാങ് ഓവർ ഒക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴത്തേക്കും ഇതേ തമിഴ്നാട്ടിലെ ആള് വന്നിട്ട് പറയാ, എൻ്റെ ന്യൂ ഇയർ അതാ സ്വീറ്റ്സ് എടുത്തോന്ന്. അവരുടെ ന്യൂ ഇയർ ഫെബ്രുവരിയിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ അടുത്ത റൂംമേറ്റ് വന്നിട്ട്, മഹാരാഷ്ട്ര റൂംമേറ്റ് വന്നിട്ട് പറയാ, എൻ്റെ ന്യൂ ഇയർ അതാ സ്വീറ്റ്സ് എടുക്കുക. ഓക്കെ ശരി, അതും ഞാൻ എടുത്തു. മാർച്ചിൽ കഴിഞ്ഞേ പിന്നെ ഒരു മാസം കഴിഞ്ഞു, അടുത്ത ആള് വന്നിട്ട് അവരുടെ ന്യൂ ഇയർ ആണ്. ഇതെന്താ, എത്ര ന്യൂ ഇയർ ആയത്? ഒരുപാട് ന്യൂ ഇയർ ഉണ്ട്, ശരിയാണ്, ഒത്തിരി ന്യൂ ഇയർ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ജനുവരി 1 പറ്റി ഒത്തിരി സ്ട്രെസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ജനുവരി 1 റെസൊല്യൂഷൻസ് വെക്കണ്ട, സ്റ്റാർട്ട് ചെയ്യണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞേ. പക്ഷെ ജനുവരി 1 നമ്മൾ തീരുമാനിച്ച റെസൊല്യൂഷൻസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലെന്നേ. നമ്മൾ ജനുവരി 2 ന്യൂ ഇയർ ആഘോഷിക്കും. ജനുവരി 2 ന്യൂ ഇയർ ആഘോഷിക്കുന്ന വേറെ ഏതോ ഒരു രാജ്യത്താണ് നമ്മളെന്നങ്ങ് സങ്കല്പിച്ചാ പോരെ. നമ്മുടെ മനസ്സിന് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ. ജനുവരി 2 ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ. അപ്പോൾ ഇന്ന് എന്റെ ന്യൂ ഇയർ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതുപോലെ ജനുവരി 1, 2, 3, 4 മുതൽ ഡിസംബർ 31 വരെ നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം. ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്നതും ഹാബിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും റെസൊല്യൂഷൻസ് വെക്കുന്നതൊന്നും നാളത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. നാളത്തേക്ക് വെക്കുമ്പോഴാണ് നാളെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഇന്നിപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഈ സമയത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഹാബിറ്റ് ആണോ സ്റ്റാർട്ട് ചെയ്യണം തോന്നുന്നത് അതിപ്പോ ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്തോളാം. ഇനി നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു ന്യൂ ഇയർ എപ്പോ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ പേരിലൊരു ന്യൂ ഇയർ തുടങ്ങിയാലോ? ഇന്ന് അനുമോൾസ് ന്യൂ ഇയർ. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരും ന്യൂ ഇയറും ചേർത്താഴെ കമന്റ് ചെയ്യും. അനുമോൾസ് ന്യൂ ഇയർ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ പേരും ന്യൂ ഇയറും കൊള്ളാം അല്ലേ? അപ്പൊ ഡേറ്റും കൂടി ഇട്ടോ. അപ്പൊ നമുക്ക് ഇന്നൊരു പുതിയ ന്യൂ ഇയർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്നിട്ട് ഇതുവരെ കണ്ടിന്യൂ ചെയ്യാത്ത റെസൊല്യൂഷൻസ് എല്ലാം ഇന്ന് മുതൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി ഈ ന്യൂ ഇയർ നിങ്ങളുടെ മാത്രമായിട്ടില്ല, നിങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ഈ ന്യൂ ഇയർ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനർ
നല്ലതായിരിക്കില്ലേ? അത് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തേക്കാം. അതിന്റെ വീഡിയോ ഞാൻ ഇതിന്റെ അവസാനം കൊടുത്തേക്കാം. പോയി കണ്ടു നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്തായാലും വാങ്ങാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി എന്നാ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.